നമസ്കാരം. തിരുവനന്തപുരത്ത് ആശാപ്രവർത്തകർ നടത്തുന്ന സമരം പൊളിക്കാൻ ആലപ്പുഴ ജില്ലയിലെ CPM CHU നേതൃത്വത്തിന്റെ ഇടപെടൽ ഓഡിയോ രേഖകൾ പുറത്തുവരുമ്പോൾ തെളിയുന്നത് ഗൂഢാലോചനയാണ്. ആശാപ്രവർത്തകരുടെ CHU യൂണിയൻ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം പരസ്യമായപ്പോഴാണ് ഈ ഇടപെടലും പുറത്തുവന്നത്. ഇതോടെ സമരം പൊളിക്കാൻ എന്ത് തന്ത്രവും പയറ്റാൻ നീക്കം നടക്കുമെന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. ആശാവർക്കർമാരുടെ സമരത്തിനൊപ്പം അംഗനവാടി ജീവനക്കാർ കൂടി സമരം വന്നതോടെ സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങളും. സമരം ചെയ്യുന്ന അംഗനവാടി ജീവനക്കാർക്കെതിരായ സർക്കാരിന്റെ കടുത്ത നടപടികളിൽ ഇടതുപക്ഷത്തും പ്രതിഷേധം ശക്തമാണ്. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരോട് കൂടുതൽ മൃദു സമീപനം കാട്ടണമെന്നാണ് CPIയുടെ നിലപാട്. എന്നാൽ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് നീളുന്ന സമരങ്ങളോട് അനുകമ്പ കാണിക്കേണ്ടെന്നും അതിനോട് മുഖം തിരിക്കാനുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം. അതിനിടെയാണ് ആശാ സമരത്തിനെതിരായ CPI നിലപാട് വ്യക്തമാക്കുന്ന ഓഡിയോ തിങ്കളാഴ്ച പുറത്തുവന്നത്. തിങ്കളാഴ്ച ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് സംഘടനയിലെ ആരും ആലപ്പുഴയിൽ നിന്നും പോകില്ലെന്ന് ഉറപ്പാക്കാനുള്ള ശ്രമമാണ് ഈ സന്ദേശത്തിലുടനീളമുള്ളത്. പോകുന്നവർക്ക് ഓണറേറിയം നൽകില്ലെന്ന താക്കീതുമുണ്ട്. ഇക്കാര്യം ജില്ലാ പ്രോഗ്രാം മാനേജർ അറിയിച്ചിട്ടുണ്ടെന്നാണ് സെക്രട്ടറി പറയുന്നത്. സമരത്തിന് പോകുന്നവരുടെ പ്രശ്നങ്ങൾ ഇനി ഇടപെടില്ലെന്ന മുന്നറിയിപ്പുമുണ്ട്. പാർട്ടിയുടെയും CHUവിന്റെയും ജില്ലാ കമ്മിറ്റികൾ താഴോട്ട് ശക്തമായി ഇടപെട്ടിട്ടുണ്ടെന്നും സന്ദേശത്തിൽ പറയുന്നതിനൊപ്പം ആശാപ്രവർത്തകരുടെ യൂണിയനും ഇടപെട്ടാൽ സമരത്തിന് ആരും പോകില്ല. താഴെ തട്ടിലേക്ക് നന്നായി ഇടപെടണം. എല്ലാ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിമാരെയും വിളിച്ച് സമരത്തിന് ആരും പോകരുതെന്ന് ഏരിയ സെക്രട്ടറിമാർ പറയണം. സമരത്തിന് പോകുന്നവരുടെ വിവരം പഞ്ചായത്ത് ഏരിയ സെക്രട്ടറിമാർ ശേഖരിച്ച് അറിയിക്കണമെന്ന നിർദ്ദേശവും ഓഡിയോ സന്ദേശത്തിലുണ്ട്. സമരത്തിന് പോയാൽ ഓണറേറിയം തരില്ലെന്ന് പറയാൻ CHU ജില്ലാ സെക്രട്ടറിക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ സജീവമാകുന്നത്. ഇതിനിടെ ആശാവർക്കറുമായി ചർച്ച വേണമെന്ന ആവശ്യം CPMലും സജീവമാകുന്നുണ്ട്. SUCAയെ ഒഴിവാക്കി CHUവും INTCയും അടക്കമുള്ള സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തിയേക്കുമെന്നാണ് ഇതുവരെ ലഭ്യമാകുന്ന വിവരം. ആശാസമരം ശക്തമാകുന്നതിനിടെയാണ് അംഗൻവാടിക്കാരും സമരത്തിനെത്തിയത്. സമരം ചെയ്യുന്ന അംഗനവാടി ജീവനക്കാർക്ക് ഓണറേറിയം നൽകേണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വനിതാ ശിശു വികസന ഡയറക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നു. അനിശ്ചിതകാല സമരം തുടർന്നാൽ മറ്റ് നടപടികളും സ്വീകരിക്കും. ഒരു വിഭാഗം അംഗനവാടി ജീവനക്കാർ 17 മുതൽ അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തിവരികയാണ്. 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള പോഷകാഹാരത്തിന്റെ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ അംഗനവാടികൾ അടച്ചിടരുതെന്ന നിർദ്ദേശം നൽകണമെന്നും ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ഭരണഘടനയുടെ 45-ാം വകുപ്പിന്റെ ലംഘനമാണെന്ന് ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നു. പ്രീ സ്കൂൾ പഠനം നിലയ്ക്കുന്ന രീതിയിൽ സമരം ചെയ്താൽ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ദീർഘകാലയളവിൽ സമരം ചെയ്യുകയാണെങ്കിൽ ശിശു വികസന പദ്ധതി ഓഫീസർമാർ നടപടികൾ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചത്. ഇന്ത്യൻ നാഷണൽ അംഗനവാടി എംപ്ലോയേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തെ തുടർന്ന് അംഗനവാടികളുടെ പ്രവർത്തനം പലയിടത്തും തടസ്സപ്പെട്ടിരുന്നു. അംഗനവാടി ജീവനക്കാരുടെ മിനിമം വേതനം 21,000 രൂപയാക്കുക, വേതനം ഒറ്റത്തവണയായി നൽകുക, ഉത്സവബത്ത 5,000 രൂപയാക്കുക, ESI ആനുകൂല്യം നടപ്പാക്കുക, റിട്ടയർമെന്റ് ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവരുടെയും രാപ്പകൽ സമരം. ആശാവർക്കർമാരുടേതിന് സമാനമായി പ്രതിഷേധത്തിനും വലിയ പിന്തുണ കിട്ടുന്നുണ്ട്.